الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. इस वक्त दुनिया के हालात बड़ी तेजी से तबाही की तरफ बढ़ रहे हैं. ഈ കാലത്ത് ലോകത്തിന്റെ അവസ്ഥ शाम के हालात की वजह से ദ്രുതഗതിയിൽ ദുരന്തത്തിലേക്ക് സഞ്ചരിക്കുന്നു. अरब दुनिया പ്രധാനമായും സിറിയയിലെ അവസ്ഥ വിശേഷത്താൽ हालात हैं उसकी वजह से സിറിയയിലെ മാത്രമല്ല അറബ് ലോകത്തിന്റെ അവസ്ഥ കാരണത്താലും ഭയാനകമായ വിപത്ത് വന്നു ഭവിച്ചേക്കാം. बैरूनी ताकतें शामिल हुई സിറിയയിലെ യുദ്ധത്തിൽ और सिर्फ അന്യശക്തികൾ ഭാഗവാക്കായാൽ बल्कि बाज एशियन ममालिक को പിന്നെ അറബ് ലോകം മാത്രമല്ല മറിച്ച് बात को ചില ഏഷ്യൻ രാജ്യങ്ങളിലും हुकूमत समझ വൻ നാശനഷ്ടങ്ങൾ അത് ഉണ്ടാക്കിയേക്കാം. दूसरे ममालिक और बड़ी ताकतें समझने की कोशिश कर रही हैं. ഈ കാര്യം അറബ് ഭരണകൂടവും അതുപോലെ വലിയ ശക്തരായ മറ്റു രാജ്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. बल्कि ये ഈ യുദ്ധം आलमी जंग का पेशगमा हो सकती है സിറിയയുടെ അതിർത്തികളിൽ മാത്രം ഒതുങ്ങുകയില്ല, മറിച്ച് जो ഒരു ലോകമഹായുദ്ധമായി മാറിയേക്കാം. आशिक सादिक के मानने वाले हैं. റസൂൽ തിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യപ്രേമിയെ വിശ്വസിക്കുന്ന അഹമ്മദികളായ നാം सल्लल्लाहु अलैहि वसल्लम की യഥാർത്ഥ നേതാവും दुनिया को വഴികാട്ടിയുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ചുകൊണ്ട് भाईचारा कायम करने के लिए आए. ലോകത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുക, हम अहमदियों को നാം സാഹോദര്യ ബന്ധവും സമാധാനവും से बचाने के लिए നിലനിർത്താൻ വന്നവരാണ്. बहुत ज्यादा दुआओं की तरफ तो നാം അഹമ്മദികൾക്ക് ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് ദുആയിലേക്ക് വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. के अलावा कोई जरिया नहीं जिससे हम दुनिया को നമ്മുടെ കൈവശം ദുആ അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇത് മുഖേന ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കാവുന്നതാണ്. बड़ी ताकतों को इन खौफनाक नताइज പ്രത്യക്ഷ പരിശ്രമം എന്ന നിലയിൽ ലോകത്തിനും വൻ ശക്തികൾക്കും कर भी रहे हैं. ഈ ഭീമമായ നാശനഷ്ടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാനും നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ കഴിവനുസരിച്ച് പ്രത്യക്ഷ പരിശ്രമങ്ങൾ നാം ചെയ്തു വരുന്നു. इनको ലോകത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയും जहां तक हो सकता है मैं भी इशार करता रहता हूं, कर रहा हूं. ഭരണാധികാരികളെയും पैगाम को എന്റെ കഴിവനുസരിച്ചും ജാഗരൂകരാക്കുവാൻ പരിശ്രമിച്ചു വരുന്നു. उसी पैमाने पर ഈ സന്ദേശം ജമാഅത്ത് അംഗങ്ങളും എന്നോടൊപ്പം सियासतदान വ്യാപകമായ നിലയിൽ ലോകരാജ്യങ്ങളിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. ഈ തലവന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും एन वक्त की ഈ കാര്യം വളരെ ആവേശത്തോടെ പറയുന്നു. आपकी तायीद करते താങ്കളുടെ സന്ദേശം लेकिन जब കാലഘട്ടത്തിനനുസൃതമാണ്. ഞങ്ങൾ का मौका आता താങ്കളെ പൂർണ്ണമായും പിന്താങ്ങുന്നു. तो बड़ी ताकतों की എന്നാൽ ഈ സന്ദേശം പ്രാവർത്തികമാക്കേണ്ട സമയം വന്നാൽ कहा വൻ ശക്തികളുടെ നിലപാടുകൾക്ക് മാറ്റം സംഭവിക്കുന്നു. असल हथियार ഞാൻ പറഞ്ഞതുപോലെ हर काम करने के लिए ഇത് ഭൗതിക പരിശ്രമമാണ്. फजल को समेटने के लिए എല്ലാ കർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ സ്വരൂപിക്കുവാനും സാധിക്കുന്നതുമായ യഥാർത്ഥ ആയുധം നമ്മുടെ കൈവശമുണ്ട്. അത് ദുആയാണ്. बहुत ज्यादा तवज्जो ഈ അവസ്ഥയിൽ അഹമ്മദികൾ ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്, इंसानी വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. और उम्मत मुस्लिमा के तबाही से बचने के लिए പ്രധാനമായും മനുഷ്യത്വത്തിന്റെ പേരിലും മുസ്ലിം ജനതയെ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയും പ്രത്യേകമായ നിലയിൽ ദുആ ചെയ്യേണ്ടതാണ്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് मुस्लिम मऊद रज़ियल्लाहु अन्हु ने आज से
88 साल पहले तकरीबन 1925 ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു उस वक्त ഇന്നേക്ക് 88 വർഷങ്ങൾക്ക് മുമ്പ് 1925 और बताया था ആ കാലഘട്ടത്തിലെ സിറിയയുടെ അവസ്ഥയെ സംബന്ധിച്ച് पुरानी है ഖുതുബ നൽകിയിരുന്നു. അതിൽ പറഞ്ഞിരുന്നു, पहले भी ദമിഷ്കിന്റെ ചരിത്രം വളരെ പഴക്കം ചെന്നതാണ്. गुजरा है ഇസ്ലാമിന് മുമ്പും ഈ നഗരം गांव में भी പല മതങ്ങളുടെയും കേന്ദ്രമായിരുന്നു, ये അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം അർഹിച്ചിരുന്നു. ഇസ്ലാമിലും വളരെ കാലം मजहब की यादगारें ഇത് ഖിലാഫത്തിന്റെ ആസ്ഥാന നഗരിയായി നിലനിന്നിരുന്നു. 1925 में പുരാതന മതങ്ങളുടെ സ്മാരകങ്ങൾ ഈ നരകത്തിൽ സ്ഥിതി ചെയ്യുന്നു. जैसे कि मैंने कहा 1925 या शाम ഞാൻ പറഞ്ഞതുപോലെ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു की वजह ഈ നഗരത്തെ സംബന്ധിച്ച്, അതായത് സിറിയയെ സംബന്ധിച്ച് ഖുതുബ നൽകാനുള്ള കാരണം പറഞ്ഞത് ഇതാണ്. वहाँ एक कबीला है, ആ സമയത്ത് उन्होंने आजादी की आवाज उठाई ദുറൂസി और इस आवाज पर എന്ന ഗോത്രം वहाँ के बाकी मुसलमान സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ശബ്ദമുയർത്തി. वो लोग पहाड़ों में रहने वाले थे लेकिन ഈ ശബ്ദത്തെ पहाड़ों में रहने वाले थे वो भी शामिल हो गए, അവിടെയുള്ള മറ്റു മുസ്ലിങ്ങൾ പിന്താങ്ങി. जबकि उस അവർ പർവ്വതവാസികളായിരുന്നു, എന്നാൽ മറ്റു മുസ്ലിങ്ങൾ നഗരവാസികളായിരുന്നു. ये भी अपने ആ സമയം അവിടെ इंतजामी लिहाज ഫ്രാൻസിന്റെ ഭരണമായിരുന്നു. फ्रांसीसी हुकूमत थी, गो बाज फैसलों के लिहाज സംവിധാന തലത്തിൽ ഫ്രാൻസിന്റെ അധികാരമായിരുന്നുവെങ്കിലും തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളിൽ മൗലവിമാരും മുഫ്തികളുമായിരുന്നു നേതാക്കൾ എന്ന് അദ്ദേഹം അപ്പോൾ വിലയിരുത്തി. बहरहाल ഇങ്ങനെ 2-3 തലങ്ങളിൽ वो फ्रांस के അവിടെ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും व्यक्तियों के जो हाकिम രാഷ്ട്രീയ भരണം कि अगर किसी लिटरेचर ഫ്രാൻസിന്റേതായിരുന്നു. को छापने की इजाजत होती या किसी मजहबी മുഫ്തികളുടെ അധികാരപരിധി എന്നത് ഏതെങ്കിലും ലേഖനമോ പുസ്തകമോ മറ്റോ किताब उसके बाद പ്രസിദ്ധീകരിക്കണം എന്ന കാര്യത്തിൽ गवर्नर भी മുഫ്തി വല്ലതും പറഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ച് ഭരണകൂടത്തിന് ഒന്നും പറയാൻ സാധിക്കുമായിരുന്നില്ല. गवर्नर से इजाजत ली, लेकिन मुफ्ती ഹസ്രത്ത് മുസ്ലിം മൗദ് ഒരു ഉദാഹരണം പറയുന്നു. और अच्छा അഹമ്മദിയ ജമാഅത്ത് അവിടെ ലേഖനം പ്രസിദ്ധീകരിക്കുവാൻ ഗവൺമെന്റിൽ നിന്ന് അനുവാദം വാങ്ങി गवर्नर को അച്ചടിച്ചു. എന്നാൽ तो उसने कहा അച്ചടിച്ചതിനു ശേഷം മുഫ്തി അതിനെ നിരോധിച്ചു. मेरा कोई इख्तियार ഭരണകൂടത്തോട് പരാതിപ്പെട്ടപ്പോൾ तो അവർ പറഞ്ഞു, ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. मुफ्ती इंसामी हुकूमत थी ഈ അവകാശം മുഫ്തികളുടേതാണ്. पर अगर कोई उसका ഫ്രാൻസിന്റെ രാഷ്ട്രീയ തലത്തിലുള്ള ഭരണകൂടം മാത്രമായിരുന്നു सख्ती से निपटा जाता രാഷ്ട്രീയപരമായി ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അതിനെ അടിച്ചമർത്തുമായിരുന്നു. या आजादी की आवाज जब मुकामी लोगों ने उठाई ആ കാലഘട്ടത്തിൽ അവർക്കെതിരായി പൊതുജനങ്ങൾ ഫിത്നയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും ശബ്ദമുയർത്തിയപ്പോൾ ये कहते हैं ഫ്രഞ്ച് ഭരണകൂടം 58 घंटे ശക്തമായ വ്യോമാക്രമണം നടത്തുകയുണ്ടായി. और शहर की പറയുന്നു, ഏകദേശം 57-58 മണിക്കൂറോളം ബോംബ് വർഷിച്ചു. करके रख दिया गया, നഗരത്തിന്റെ ചരിത്രത്തെയും ചരിത്ര സ്മാരകങ്ങളെയും മണ്ണിൽ ലയിപ്പിച്ചു. क्यों बर्बाद किया गया? 1000-ലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടു. इसलिए ഈ നഗരത്തെ എന്തിനു വേണ്ടിയാണ് നശിപ്പിച്ചത്? हुकूमत से ജനസമൂഹത്തെ എന്തിനു വേണ്ടിയാണ് കൊന്നൊടുക്കിയത്? അതായത് അവർ അന്യ രാജ്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിച്ചതാണോ? के बलाए दमिश्क ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിന്റെ मौत फरमाते ഒരു ഇൽഹാമുണ്ട്, कि उस वक्त जो दमिश्क ബലായ ദമഷ്ക്. इस हवाई हमले से ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, मुस्लिम അങ്ങനെ ആ സമയത്ത് ദമിഷ്കിലുണ്ടായ വ്യോമാക്രമണത്തിലൂടെ तमाम तारीखी इमारत ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ ഇൽഹാമും तारीख പൂർത്തിയായി. सब मिलियमीट कर दी, അങ്ങനെ എല്ലാ പുരാതന സ്മാരകങ്ങളും क्योंकि इससे बड़ी മതങ്ങളുടെ ചരിത്രവും തകർത്തെറിയപ്പെട്ടു. इससे पहले कभी दमिश्क पर नहीं आई थी। ഇതിലും വലിയ നാശവും ये അപകടവും ഇതിനു മുമ്പ് സിറിയയിൽ ഉണ്ടായിട്ടില്ല. कहा कि फ्रांस ने हमला किया, ഈ നാശമുണ്ടായത് അന്യർ മുഖേനയാണ്. कई मरतबा भी पूरे होते ഞാൻ പറഞ്ഞതുപോലെ ഫ്രാൻസാണ് അക്രമം അഴിച്ചുവിട്ടത്. ചില വെളിപാടുകൾ हैं। आई പല തവണകളായി പുലരുന്നതാണ്. कर दिया, 57-58 घंटे रही, അന്യർ മുഖേന സംഭവിച്ച ആ അപകടം जिसमें നഗരത്തെ തകർത്തെറിഞ്ഞു. 1000 लोग मारे गए, कोई 57-58 മണിക്കൂറോളം തുടർന്നു. मारे गए, लेकिन बहरहाल ചിലർ പറയുന്നു 2000 പേർ വധിക്കപ്പെട്ടു, മറ്റു ചിലർ പറയുന്നു 20,000 പേർ വധിക്കപ്പെട്ടു. के साथ എന്തു തന്നെയായാലും बहरहाल मारे गए उस वक्त।
അധികം ആളുകളുടെയും നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ 7000-8000 പേർ ആ സമയം കൊല ചെയ്യപ്പെട്ടു. कि ये बला എന്നാൽ ദുഃഖത്തോടെ പറയേണ്ടി വരുന്നു, के हाथों से आई थी, उसमें तो ये नुकसान हुआ അന്യർ മുഖേന വന്ന് ഭവിച്ച ഈ ദുരന്തം भी आई हुई जो अपनों के हाथ आई. കനത്ത നാശനഷ്ടങ്ങൾ വിധിച്ചു. എന്നാൽ മറ്റൊരു ദുരന്തം 2.5 साल സ്വകരങ്ങളാൽ ഇപ്പോൾ വന്നിരിക്കുന്നു. ये दमिश्क में और शाम में കഴിഞ്ഞ 2-2.5 വർഷക്കാലം पूरे शाम को इसने अपनी लपेट में ഇത് ദമിഷ്കിലും സിറിയയിലും നാശം വിതയ്ക്കുന്നു. लाख से ऊपर लोग मारे गए हैं. मुतात अंदाजा है സിറിയയിൽ മുഴുവൻ ഇത് വ്യാപിച്ചിരിക്കുന്നു. इससे भी ज्यादा है ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു. जो बेघर ചിലർ പറയുന്നു ഇതിലും കൂടുതലാണ്. ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരാണ്. बन रहे हैं. सदारती माहौल पर भी गोले बरसाए गए, വീടുകൾ വിജനമായിരിക്കുന്നു. एयरपोर्ट्स पर भी गोले बरसाए गए കച്ചവട സ്ഥലങ്ങളും വിജനമായിക്കൊണ്ടിരിക്കുന്നു. बरसाए गए. രാഷ്ട്രപതി ഭവനത്തിലും ബോംബുകൾ വർഷിക്കുകയുണ്ടായി. വിമാനത്താവളങ്ങളിലും ആക്രമണം നടക്കുന്നു. വിവിധ കെട്ടിടങ്ങൾക്ക് നേരെ വെടിയുയർത്തുന്നു. ഒന്നും തന്നെ സുരക്ഷിതമല്ലെന്ന് ചുരുക്കം. जो फौजी हैं वो शहरियों को मार रहे हैं, ഭരണകൂടത്തിന്റെ സൈന്യം परिंदों को मार रहे हैं, നഗരവാസികളെ ആക്രമിക്കുന്നു. शामिल हैं और दूसरे भी शामिल हैं, നഗരവാസികൾ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥരെയും मार रहे हैं. ആക്രമിക്കുന്നു. ഇതിൽ സൈനികരും മറ്റു ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ഷിയാക്കൾ സുന്നികളെ ആക്രമിക്കുന്നു. लोग जो हैं സുന്നികൾ ഷിയാക്കളെ ആക്രമിക്കുന്നു. कलमा पढ़ने का दावा करते हैं. ഇവരെല്ലാം തന്നെ ഒരേ കലിമയെ വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്നവരാണ്. ये आज़ादी के नाम पर जो कोशिश हो रही है वहाँ जो हुकूमत के मुखालिफ हैं अवाम हैं ഇതെല്ലാം അവിടെ സ്വാതന്ത്ര്യത്തിന്റെ പേരിലുള്ള പരിശ്രമങ്ങളാണ്. दुनिया की है वो जो कोशिश कर रहे हैं ഭരണകൂടത്തിനെതിരിൽ സാധാരണ ജനങ്ങളാണ്. അതിൽ അധികം ആളുകളും സുന്നികളാണ്. അവർ പരിശ്രമിക്കുന്നു. उनकी मदद के नाम पर दहशतगर्द गिरोह भी शामिल हो गए हैं. ഈ പരിശ്രമങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി തീവ്രവാദികളും പങ്കുചേർന്നിരിക്കുന്നു. इन गिरोहों से जो नुकसान पहुंचना है, दहशतगर्द गिरोहों से मुल्क को जो पहुंचना है उसका ഇതുമൂലം രാജ്യത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശത്തെ സംബന്ധിച്ച് പിന്നീട് അവർ മനസ്സിലാക്കുന്നതാണ്. ये है कि ये बला जो है इस दफा जो आई ये खौफनाक शक्ल इख्तियार करती चली जा रही है. എന്നാൽ ദുഃഖകരമെന്നത് ഈ പ്രാവശ്യം വന്ന് ഭവിച്ച ദുരന്തം ഭയാനക രൂപം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. अवाम എന്നാൽ ഈ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. के कायम करने के സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ജനങ്ങളും पर जुल्म करके और आपस में लड़कर സമാധാനത്തിന്റെ പേരിൽ ഭരണകൂടവും होते चले जा रहे हैं. പരസ്പരം അക്രമങ്ങൾ നടത്തിയും പോരാടിയും आजादी दिल എത്ര മാത്രം ബലഹീനരായിത്തീർന്നെന്നാൽ और ഇപ്പോൾ വൻ ശക്തികൾ സ്വാതന്ത്ര്യം നൽകുന്നതിന്റെയും കുഴപ്പങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെയും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെയും പേരിൽ തങ്ങളുടെ ലാഭം നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു വരുന്നു. लेकिन ये नहीं जानते അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. दुनिया को भी तबाही की लपेट में ले सकती है. എന്നാൽ അവർ ഇത് മനസ്സിലാക്കുന്നില്ല. साथ ही ഈ ശ്രമം ലോകത്തെ ഒന്നടങ്കം നാശത്തിലേക്ക് നയിക്കുന്നതിന് കാരണമാകുന്നതാണ്. उस रीजन की भी സിറിയയിലെ ഭരണകൂടത്തോടൊപ്പം മറ്റു വലിയ വികസിത രാജ്യങ്ങളും बात कर रही हैं या उनकी हमायत कर रही हैं. അതുപോലെ സിറിയൻ ഭരണകൂടത്തെ സഹായിക്കുന്ന മറ്റ് हुकूमत के രാജ്യങ്ങളും അല്ലെങ്കിൽ അവരെ പിന്താങ്ങുന്നവരും साथ भी हुकूमत അതുപോലെ बल्कि बड़ी ताकतें ഭരണകൂടത്തിന് എതിൽ പ്രവർത്തിക്കുന്നവരും അവരെ സഹായിക്കുന്നതിനായി എഴുന്നേറ്റ് നിൽക്കുന്ന മറ്റു ഭരണകൂടങ്ങളും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. खतरनाक हालात पैदा करती हैं. लेकिन अफसोस तो मुसलमान ममालिक पर है. ഈ അവസ്ഥ വളരെ വലിയ ദുരന്തം സൃഷ്ടിക്കുന്നതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. अमल करने का दावा എന്നാൽ ദുഃഖം മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചാണ്. अल्लाह ताला ने കാരണം അവർ അള്ളാഹു പറഞ്ഞ उस उम्मत से वाबस्ता होने का दावा करने वाले हैं പൂർത്തീകരിക്കപ്പെട്ട അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് വാദിക്കുന്നവരാണ്. അതോടൊപ്പം कौन सा खैर അള്ളാഹു ഉത്കൃഷ്ട സമുദായമെന്ന് വിളിച്ച मुसलमानों സമുദായമായി ഗണിക്കുന്നവരാണ്. ना एहसास ഈ काലഘട്ടത്തിൽ എന്ത് ഉത്കൃഷ്ട കർമ്മമാണ് ഈ മുസ്ലിങ്ങൾ ചെയ്യുന്നത്? गैरत है ഇവരിൽ സഹാനുഭൂതിയുടെ അംശമില്ല. അധ്യാപനത്തിന്റെ ഒരു വശത്തും പ്രവർത്തനമില്ല. ഖേദകരം, ഇതെല്ലാം അവസാനിച്ചു. अपने ही लोगों को मारने के लिए मांगी जाती है.
അവരിൽ നിന്ന് അന്യരിൽ നിന്ന് സഹായം അർത്ഥിക്കുന്നു. ഇപ്പോൾ कुरान करीम की സ്വന്തം ജനങ്ങളെ കൊല ചെയ്യുന്നതിന് വേണ്ടിയാണ് സഹായം തേടുന്നത്. 2 ग्रोह और 2 जमातें लड़ ഈ അവസ്ഥയിൽ ഖുർആൻ എന്താണ് പറയുന്നത്? ഇങ്ങനെ ഒരു അവസ്ഥ സംജാതമായാൽ രണ്ട് സമൂഹങ്ങൾ അല്ലെങ്കിൽ രണ്ട് ജമാഅത്തുകൾ പരസ്പരം കലഹിക്കുമ്പോൾ അള്ളാഹു എന്തു പറയുന്നു? फ़इन बगत इहदाहुमा വൈൻ ത്വായിഫത്താനി മിനൽ മുഅ്മിനീന അൽ മുഅ്മിനീന ഖതലു ഫഅസ്ലിഹു ബൈനഹുമാ ഫൈൻ ബാദ ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ ഫഖാതിലു ലത്തി തബഇ ഹത്താ തഫി ഇലാ അംരില്ലാഹ് इन्नल्लाह युहिब्बुल मुक़्सितीन। ഫൈൻ ഫാഅത് ഫഅസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ലി വഅഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. बस अगर इनमें से एक दूसरे के വിശ്വസിക്കപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ യുദ്ധത്തിലേർപ്പെട്ടാൽ जो ज्यादती നിങ്ങൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക. എന്നിട്ട് അവരിലൊരു വിഭാഗം മറുവിഭാഗത്തെ ആക്രമിക്കുന്നതായാൽ ആക്രമിക്കുന്ന വിഭാഗത്തോട് അവർ അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് മടങ്ങുന്നതുവരെ നിങ്ങൾ और इंसाफ യുദ്ധം ചെയ്യുക. അങ്ങനെ അവർ മടങ്ങിയാൽ അവരുടെ ഇടയിൽ ന്യായപൂർവ്വം നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക, നീതി പാലിക്കുകയും ചെയ്യുക. फरमाता है നീതി പാലിക്കുന്നവരെ അള്ളാഹു തീർച്ചയായും സ്നേഹിക്കുന്നു. और इंसाफ का मयार भी इतना അള്ളാഹു പറയുന്നു, ऊंचा फरमाया है ന്യായപൂർവ്വം രഞ്ജിപ്പുണ്ടാക്കുകയും നീതി പാലിക്കുകയും ചെയ്യുക. तुम्हें നീതിയുടെ നിലവാരം വളരെ ഉന്നതമായിരിക്കുമെന്നാണ് അള്ളാഹു ഇവിടെ നിർണയിച്ചിരിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, दुनियावी ख्वाहिश മറ്റു രാജ്യത്തോടുള്ള ശത്രുത നിങ്ങളെ നീതി നടപ്പാക്കുന്നതിൽ നിന്ന് തടയാതിരിക്കട്ടെ. तो फिर मुसलमान ഭൗതിക അഭിലാഷങ്ങൾക്ക് क्या पसंद പകരമായി അള്ളാഹുവിന്റെ സ്നേഹം കരഗതമാകണമെങ്കിൽ और गैरों മുസ്ലിങ്ങളുടെ കടമയാണ് को कायम करें। പരസ്പരം നീതി പാലിക്കുക എന്നത്. दूसरी फरमाया അന്യ സമൂഹത്തിലും നീതി നടപ്പാക്കുക. ये तकवा के करीब है। മറ്റൊരു സ്ഥലത്ത് പറയുന്നു, मान को ഹുവ അഖറബു ബിത്തഖ്വ, कि तकवा ഇത് തഖ്വയുടെ സമീപസ്ഥമാണ്. ഒരു മുസ്ലിം സഹോദരന് ആവർത്തിച്ചുള്ള കൽപ്പന ഇതാണ്: തഖ്വ അന്വേഷിക്കുക, തഖ്വയെ തേടുക. इली सदर ये मशवरा दे रहा है जो असल में മറ്റൊരു ലജ്ജാവഹമായ കാര്യം, दोनों की तरफ से ഇസ്രായേൽ പ്രസിഡന്റ് നിർദ്ദേശം നൽകുന്നു. बड़ी ताकतों को, യഥാർത്ഥത്തിൽ लेकिन अगर ये मान भी लिया जाए ഈ നിർദ്ദേശം മുസ്ലിങ്ങളിൽ നിന്നാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. सरबराहों को ख्याल नहीं आया। വൻ ശക്തികളെ അവർ അറിയിക്കേണ്ടതാണ്. इसराइल के सदर ने मशवरा മുസ്ലിങ്ങൾക്ക് ഈ ചിന്ത വന്നില്ല, दी ताकतों को നേതാക്കന്മാർക്കും ഈ ചിന്തയുണ്ടായില്ല. मुसलमान ममालिक की ഇസ്രായേലിന്റെ പ്രസിഡന്റ് നിർദ്ദേശം നൽകിയപ്പോൾ ये ऐलान करती പാശ്ചാത്യ ശക്തികളെക്കുറിച്ച് रीजन में ആ സമയത്ത് മുസ്ലിം കൌൺസിൽ ഈ വിളംബരം നടത്തിയെങ്കിൽ और खुसूसन उस इलाके को നാം जो हमारे സ്വപരിധിക്കുള്ളിലുണ്ടാകുന്ന കുഴപ്പങ്ങൾ സ്വയം പരിഹരിക്കുന്നതാണ്. हम एक खुदा को പ്രധാനമായും हम एक സ്വന്തം മതവിഭാഗത്തിൽപ്പെട്ട സ്ഥലങ്ങൾ. हम एक किताब को की तालीम पर ഞങ്ങൾ ഒരു ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ ഒരു റസൂലിനെ വിശ്വസിക്കുന്നവരാണ്, इसको दुनिया ഞങ്ങൾ ഒരേ ഗ്രന്ഥത്തിലെ അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കുന്നവരാണ്. मानने वाले हैं। अगर हम में അതിനെ पैदा ആ ഗ്രന്ഥത്തെ ലോകത്തിന്റെ വഴികാട്ടിയായി അംഗീകരിക്കുന്നവരാണ്. दो फिरकों ഇനി ഞങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ തന്നെയും की लड़ाई किसी जायज या ഒരു രാജ്യത്തിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള കലഹമാണെങ്കിലും പൊതുജനവും ഭരണകൂടവും തമ്മിലുള്ള കലഹമാണെങ്കിലും अपनी कामिल तालीम की रूह से അനുവദനീയമോ അനുവദനീയമല്ലാത്തതോ ആയിക്കൊള്ളട്ടെ, അത് ആരംഭിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ പരിപൂർണ അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതാണ്. दूर करने के लिए हमें अगर गैर की मदद की जरूरत हुई भी ഒരുപക്ഷെ ഒരു വിഭാഗം മറ്റുള്ള സമൂഹത്തിനുമേൽ മേൽക്കോയ്മ നടത്തുകയാണെങ്കിൽ ഈ കുഴപ്പത്തെ ദൂരീകരിക്കാനായി അന്യരുടെ സഹായം ആവശ്യമായി വന്നാൽ തന്നെയും अमली भी हमारी हो അത് സാങ്കേതിക വിദ്യ കൊണ്ടുള്ള സഹായമോ ആയുധ സഹായമോ ആയിരുന്നാലും करने के लिए സ്വീകരിക്കുന്നതാണ്. എന്നാൽ യുക്തിയിൽ അധിഷ്ഠിതമായ പ്രവൃത്തി ഞങ്ങളുടേതായിരിക്കും. ഈ ഫിത്നയും കുഴപ്പങ്ങളും ദൂരീകരിക്കാനുള്ള വ്യക്തികളെ कि मुसलमान मुल्कों की तरफ ഞങ്ങളുടെ ഹിതമനുസരിച്ചായിരിക്കും പ്രയോജനപ്പെടുത്തുക. ഈ ചിന്തയുണ്ടായാൽ हजारों मील അന്യ സമുദായത്തിന് മുസ്ലിം രാജ്യത്തിന് മീതെ ദൃഷ്ടി പതിപ്പിക്കുവാൻ പോലും ധൈര്യമുണ്ടാകുന്നതല്ല. 1000 മൈലുകൾ ദൂരെ സ്ഥിതി ചെയ്തുകൊണ്ട് उस मुल्क की दौलत ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെക്കുറിച്ച് എന്തിനാണ് ഇത്ര വേവലാതി? या दुनिया ഒന്നുകിൽ अपनी ആ രാജ്യത്തിന്റെ സമ്പത്ത് अपनी जो मुखालिफ പിടിച്ചെടുക്കുക എന്നതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ उस पर ലോകത്തുള്ള അവരുടെ अपनी ताकत का रोब डालने എതിരാളികളുടെ മേൽ उन मुल्कों को जो ഭയം വർദ്ധിപ്പിക്കുക, मुल्क हैं जहाँ फसाद हो रहे हैं കുഴപ്പമുണ്ടാക്കുന്ന कि अपनी बर्तरी साबित की जाए। ചെറിയ രാജ്യങ്ങൾ തങ്ങളുടെ നിഴലിൽ കൊണ്ടുവന്ന് തങ്ങളുടെ പുരോഗതിയെ कमजोरी है പ്രദർശിപ്പിക്കുക और अपनी तालीम को भूलना है എന്നതായിരിക്കും. എന്തായാലും जरूरत है
ഇത് മുസ്ലിം രാജ്യങ്ങളുടെ ബലഹീനതയാണ്. ऐलान करती है തങ്ങളുടെ അധ്യാപനങ്ങളെ വിസ്മരിക്കുകയാണ്. ना भी शाम पर हमला करने की അങ്ങനെ അന്യരിൽ ധൈര്യമുണ്ടാകുന്നു. तब भी हम हमला करेंगे, അവർ വിളംബരം ചെയ്യുന്നു. ये हमारा हक है യുഎൻഒ और हक की दलील സിറിയയിൽ യുദ്ധം ചെയ്യുന്നതിന് അനുവാദം നൽകിയില്ലെങ്കിൽ തന്നെയും ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതാണ്. फॉरेन पॉलिसी ഇത് ഞങ്ങളുടെ അവകാശമാണ്. എന്നാൽ ഈ അവകാശത്തിനുള്ള തെളിവ് വളരെ വിഡ്ഢിത്തരമാണ്. यहाँ फॉरेन അതായത് पॉलिसी का कहां से सवाल, യുഎൻഒക്ക് ഞങ്ങളുടെ വിദേശ നയത്തെ നിരാകരിക്കാൻ സാധ്യമല്ല. दुश्मनी की इतनी हद तक വിദേശ നയത്തിനെ സംബന്ധിച്ചുള്ള ചോദ്യം ഇപ്പോൾ എവിടെ നിന്നാണ് വന്നത്? कि बज़ाहिर पढ़े लिखे लोग भी ശത്രുവിന്റെ ശത്രുത ഇത്രമാത്രം വർദ്ധിച്ചു. हम बड़े മരുന്നും രോഗവും ഒന്നായിത്തീർന്നാൽ ഉന്നത വിദ്യാസമ്പന്നരും വിഡ്ഢിത്തം വിളമ്പുന്നതാണ്. നാം അവരെ ബുദ്ധിമാന്മാരായി ഗണിച്ചാൽ തന്നെയും इस मामले से മൂഢത്തരമാണ് അവർ പറയുക. अगर ताल्लुक है നിങ്ങൾ 1000 മൈലുകൾ അപ്പുറമാണ് വസിക്കുന്നത്. നിങ്ങൾക്കിതുമായി യാതൊരു ബന്ധവുമില്ല. ഒരുപക്ഷെ ബന്ധമുണ്ടെങ്കിൽ യുഎൻഒക്ക് മാത്രമാണ്, शामिल है यूएनओ के, അല്ലെങ്കിൽ ഉണ്ടാകേണ്ടത് യുഎൻഒക്ക് മാത്രമാണ്. किसी इनफरादी मुल्क से ना मुआहदा है, അല്ലെങ്കിൽ യുഎൻഒയിൽ അംഗമായിരിക്കുന്നവർക്കാണ്, जिस मुल्क അല്ലാതെ അതിൽ പങ്കാളികളല്ലാത്തവർക്കല്ല. राय रास्त ഏതെങ്കിലും ഒരു രാജ്യവുമായി യാതൊരു ഉടമ്പടിയുമില്ല, ഇതുമായി യാതൊരു ബന്ധവുമില്ല. फॉरेन पॉलिसी का ഏതു രാജ്യത്താണ് ഫിസാദ് നടക്കുന്നത് അതുമായി യാതൊരു അവകാശവും मुझे तो समझ नहीं आई ഈ രാജ്യത്തിനില്ല. എന്നിട്ടും എങ്ങനെ വിദേശ നയത്തെക്കുറിച്ചുള്ള ചോദ്യം ഇവിടെ വന്നു? है എന്തായാലും എനിക്ക് ഈ കാര്യം മനസ്സിലാകുന്നില്ല. बर्तरी साबित करने ഇത് പിടിവാശിയാണ്, നിർബന്ധ ബുദ്ധിയാണ്. दुनिया के തങ്ങളുടെ ശക്തി പ്രദർശിപ്പിക്കുവാനുള്ള പരിശ്രമമാണ്. अमन कायम करने के लिए इंसाफ के तकाजे पूरे करने होते हैं, ലോകസമാധാനം ഇത് മുഖേന സ്ഥാപിതമാവുകയില്ല. पूरे करने के लिए സമാധാനം സ്ഥാപിക്കുന്നതിനായി നീതിയുടെ വശങ്ങൾ പൂർത്തിയാക്കേണ്ടി വരുന്നു. और कोई खूबसूरत तालीम नहीं, നീതി പൂർത്തിയാക്കുന്നതിനായി ഇസ്ലാമിക അധ്യാപനത്തെക്കാളും മനോഹരമായ മറ്റൊരു അധ്യാപനവും ഇന്നില്ല. इस हवाले से അതായത് രാജ്യത്തോടുള്ള ശത്രുത നിങ്ങളെ നീതി നടപ്പാക്കുന്നതിൽ നിന്ന് തടയാതിരിക്കട്ടെ. ഈ വിഷയത്തെ സംബന്ധിച്ച് പല തവണ ലോക നേതാക്കളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിച്ചിരുന്നു. അതിനുശേഷമാണ് സമാധാനം സ്ഥാപിതമാകുക. अगर यूएन ഇவ்விധം പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ പാരായണം ചെയ്ത कायम करे വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമാധാനം സ്ഥാപിതമാകുക. ഒരുപക്ഷെ तमाम ममालिक യുഎൻ ഈ വ്യവസ്ഥ അനുസരിച്ച് നീതി സ്ഥാപിക്കുവാൻ ശ്രമിച്ചാൽ നീതി നടപ്പാകുന്നതാണ്. का हक है, എല്ലാ രാജ്യങ്ങളും അനീതി കണ്ടുകൊണ്ട് ഒരുമിച്ച് പരിശ്രമിക്കുക. അതല്ലാതെ ചിലർക്ക് മാത്രം അതിനുള്ള അവകാശമുണ്ടാവുകയും അവർക്ക് എപ്രകാരം വേണമെങ്കിലും അക്രമം നടത്താനുള്ള അധികാരം നൽകുകയും ചെയ്യുക എന്നല്ല. कि हम ഇവിടെ ഒരു രാജ്യത്തിന്റെ മാത്രം വിദേശ നയത്തിനെ സംബന്ധിക്കുന്ന കാര്യമല്ല. പിന്നെ ഒരു രാജ്യം പറയുന്നു, ഞങ്ങൾ സിറിയയിൽ हवाई हमले करेंगे, സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി यानी കരസേനയെ അയക്കുന്നതല്ല, എന്നാൽ വ്യോമാക്രമണം നടത്തുന്നതാണ്. खंडर बना देंगे, അങ്ങനെ ഈ നഗരത്തെയും രാജ്യത്തെയും मासूमों को भी मारेंगे, പൂർണ്ണമായി बच्चों को भी നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരുന്നതാണ്. जिस तरह इराक और लीबिया में किया, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ वहाँ क्या നിഷ്കളങ്കരെയും കൊല ചെയ്യുന്നതാണ്, കുട്ടികളെയും വധിക്കുന്നതാണ്, സ്ത്രീകളെയും വധിക്കുന്നതാണ്. അതായത് ഇറാഖിലും अभी तक कायम नहीं हुआ। ലിബിയയിലും സംഭവിച്ചത്. अल्लाह ताला അവിടെ നിന്ന് നേടാത്ത എന്താണ് ഇവിടെ നിന്ന് നേടാൻ സാധിക്കുക? किए हुए हैं, നഗരം വിജനമായി, സമാധാനം ഇതുവരെ സ്ഥാപിതമാക്കപ്പെട്ടില്ല. എന്നാൽ അള്ളാഹു അവരിൽ നിന്ന് തന്നെ लिखा है പരിഹാരം कि ये ബന്ധപ്പെടുത്തിയിരിക്കുന്നു. कोई इंसाफ റഷ്യയുടെ പ്രധാനമന്ത്രി ഇന്നലെ പ്രസ്താവന നൽകി, ആർട്ടിക്കിൾ എഴുതി, अगर यही फैसले इस നിങ്ങൾ വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനം ന്യായമല്ല. अगर यही अमल रहा സ്വയം തീരുമാനമെടുക്കാൻ लिखा है जो ആരംഭിച്ചാൽ പിന്നെ യുഎൻഒ എന്തിനാണ് രൂപീകരിച്ചത്? यही हशर रहा ഇങ്ങനെ പ്രവർത്തിച്ചാൽ अभी हशर അവർ വ്യക്തമായ നിലയിൽ ലോകത്തെ പലതവണ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ऑफ नेशंस की तरह होगा യുഎൻഒയുടെ और यकीन പര്യവസാനവും ലീഗ് ഓഫ് നേഷനെ പോലെ ആയിരിക്കും സംഭവിക്കുക. फिर അവർ പറയുന്നത് ശരിയാണ്. अवाम के हक के हवाले से मिस्र में हुकूमत को उल्टा दिया, कहा यह गया പിന്നീട് अवाम के हुकूक പൊതുജനങ്ങളുടെ അവകാശങ്ങളെ ചൊല്ലി और हुकूमत മിസറിലെ അധികാരത്തെ മാറ്റിമറിച്ചു. പറയപ്പെടുന്നത് अवाम को कत्ल कर रही है। പൊതുജനത്തിന്റെ അവകാശങ്ങൾ പരിഹരിക്കുന്നില്ല എന്നാണ്. अच्छा है, ഭരണകൂടം സ്വയരക്ഷ നേടുന്നതിനു വേണ്ടി ദാരുണമായി പൊതുജനങ്ങളെ വധിക്കുന്നു. തീർച്ചയായും ഭരണകൂടത്തിന്റെ ഈ നടപടി തികച്ചും അപരാധമാണ്. वो शिद्दत पसंदों എന്നാൽ മിസറിൽ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം പിന്നീട് വന്ന ഭരണകൂടം फिर ക്രൂരതയുടെയും पैदा हुई। മതയുദ്ധത്തിന്റെയും ഭരണകൂടമായിരുന്നു. अमेरिका में एक जर्नलिस्ट ने
ഇനി എന്താണ് സംഭവിക്കുക എന്ന കാര്യത്തെ സംബന്ധിച്ച് വൻ ശക്തികൾക്ക് വേവലാതി ഉണ്ടായി. അമേരിക്കയിലെ പ്രസിദ്ധ പത്രപ്രവർത്തകൻ എന്നോട് ചോദിക്കുകയുണ്ടായി, ഇനി മിസ്രിലെ तो मैंने उसे यही कहा था कि तुम लोग സമാധാനത്തെക്കുറിച്ച് എന്ത് പ്രതീക്ഷയാണുള്ളത്? के लिए हुकूमत, ഞാൻ അദ്ദേഹത്തോട് ഇതാണ് പറഞ്ഞത്, लेकिन നിങ്ങൾ ഒരുപക്ഷെ ये गलती हो गई. നിങ്ങളുടെ ശക്തി വെളിപ്പെടുത്തുന്നതിനായാണ് അവിടെ वो ना तुम्हारा അധികാരമാറ്റം നടത്തിയത്, ना वहाँ के എന്നാൽ നിങ്ങളുടെ നിലപാടിൽ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. यानी ഇപ്പോൾ വന്നവർ कि इनके खिलाफ है. നിങ്ങളുടെ തൃപ്തിക്കായോ അവിടെയുള്ള പൊതുജനങ്ങളുടെ തൃപ്തിക്കായോ പ്രവർത്തിക്കുന്നില്ല. അധിക ജനങ്ങളും അവർക്കെതിരാണ്. चंद महीनों तक ഒരു തീക്കനൽ ഇപ്പോഴും इसी तरह खून പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. जिस तरह पहले बैठ കാത്തിരിക്കുക, കുറച്ച് മാസങ്ങൾക്ക് ശേഷം अंदाजे से बहुत पहले മുമ്പ് ഒഴുകിയതുപോലെ വീണ്ടും രക്തമൊഴുകുന്നതാണ്. गुज़श्ता दिनों के എന്റെ കണക്കുകൂട്ടലിന് വളരെ മുമ്പ് തന്നെ രക്തമൊഴുകി. കഴിഞ്ഞ ദിവസങ്ങളിലെ മിസ്രിലെ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. मुसलमान ममालिक में बेचैनी की जो भी वजूहात हों जायज भी होंगी. മുസ്ലിം രാജ്യങ്ങളിലെ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന जब വേവലാതികൾ गलत रंग में തക്കതായ കാരണമുണ്ടായിരിക്കാം. तो फसाद पैदा हो. എന്നാൽ വൻ ശക്തികൾ मैंने 2003 തെറ്റായ മാർഗത്തിലൂടെ ഇതിൽ ഇടപെടുകയാണെങ്കിൽ ഫിസാദുകൾ ജനിക്കുന്നതാണ്. तो वादे किया था ഞാൻ 2011 ആരംഭത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് 2-3 ഖുതുബകൾ നൽകിയപ്പോൾ വിശദീകരിച്ചതാണ്. बड़ी ताकतें മുസ്ലിങ്ങളുടെ ഈ അവസ്ഥ കാരണത്താൽ हिकमत अमली वदा करेंगी, വൻ ശക്തികൾ സമാധാനത്തിന്റെ പേരിൽ नुकसान पहुंचाने वाले നിഗൂഢവും പ്രത്യക്ഷവുമായ യുക്തി പറഞ്ഞു ഇടപെട്ടാൽ मफादात में അവസാനം മുസ്ലിം സമുദായത്തിന് വൻ हैं, उनको ये നാശനഷ്ടമുണ്ടാക്കുന്നതാണ്. मुतासर नहीं होने देंगे ഈ ശക്തികൾ തങ്ങളുടെ ലാഭത്തിന് കോട്ടം സംഭവിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയില്ല. कि जब हस्नी मुबारक की जमाने में जो खून खराब നോക്കുക, ഇപ്പോൾ उसमें ഹസ്തി മുബാറക്കിന്റെ കാലഘട്ടത്തിൽ നടന്ന രക്തച്ചൊരിച്ചിലിൽ बड़ा അവർ പൊതുജനങ്ങളെ സഹായിക്കാനെത്തി. जब दूसरी हुकूमत ने मुफादात അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിച്ചു, വലിയ പ്രചാരണങ്ങൾ നടത്തി. എന്നാൽ രണ്ടാമത് വന്ന ഭരണകൂടം ഈ ലാഭത്തിന്റെ കാര്യം പരിഗണിച്ചില്ല. किसी ने अवाम से പിന്നീട് വന്ന इजहार സൈനിക ഭരണം മുമ്പത്തേക്കാൾ ഉപരി രക്തച്ചൊരിച്ചിൽ നടത്തിയപ്പോൾ अमली है, ये फर्क है. ആരും തന്നെ ജനങ്ങളോടുള്ള मुसलमान ममालिक സഹാനുഭൂതി പ്രകടിപ്പിച്ചില്ല, हुकूमतों को അതുപോലെ अब भी അതിനായി പരിശ്രമിച്ചില്ല. ഇത് अपने जाती मुफादात से बढ़कर വ്യത്യസ്ത उम्मत തലങ്ങളിലുള്ള मुफादात को देखना. സമീപന രീതിയാണ്. മുസ്ലിം രാഷ്ട്രങ്ങളിലെ ഭരണകൂടങ്ങൾക്ക് ഇപ്പോൾ തങ്ങളുടെ പ്രഭാവം പ്രകടിപ്പിക്കേണ്ടതാണ്. സ്വയം താൽപര്യ ലാഭത്തേക്കാൾ ഉപരിയായി മുസ്ലിം സമുദായത്തിന്റെ നന്മയെ പരിഗണിക്കേണ്ടതാണ്. ഹൃദയത്തിൽ തഖ്വ ജനിക്കുമ്പോഴാണ് ഇതെല്ലാം സാധ്യമാകുക. ये उस वक्त होगा ഭരണാധിപന്മാരുടെ ഹൃദയങ്ങളിലും वसल्लम से मोहब्बत के പൊതുജനങ്ങളുടെ ഹൃദയങ്ങളിലും ഇതുണ്ടാകേണ്ടതാണ്. आपके उस ഹസ്രത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹത്തിന്റെ വാദത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മാതൃകയിൽ പ്രവർത്തനം കാഴ്ചവെക്കുമ്പോഴാണ് ഇവയെല്ലാം നമുക്ക് സാധ്യമാകുക. आप सल्लल्लाहु अलैहि वसल्लम के दर्द को महसूस പ്രജാപതിയും പ്രജയും आपकी നബി തിരുമേനിയുടെ വേദനയെ ഉൾക്കൊണ്ട് അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് ഇവയെല്ലാം സാധ്യമാവുക. जो हाकिमों को भी उनके रवैयों और जिम्मेदारियों की तरफ तवज्जो തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില അധ്യാപനങ്ങൾ സമർപ്പിക്കുകയാണ്. पहले हाकिमों ഇവ ഭരണാധികാരികളെയും പൊതുജനങ്ങളെയും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നവയാണ്. ആദ്യം ഭരണാധികാരികളെ സംബന്ധിക്കുന്ന ചില ഹദീസുകൾ സമർപ്പിക്കാം. के हजरत ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, अल्लाह ताला के साए के सिवा कोई പറയുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, अपने साया रहमत में ഏതൊരു സമയത്താണ് അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലും പ്രയോജനം നൽകാത്തത്, തദവസരം അള്ളാഹു 7 വ്യക്തികൾക്ക് തന്റെ തണൽ നൽകുന്നതാണ്. അതിലൊന്നാമൻ നീതിമാനായ നേതാവാണ്. അതായത് നീതിക്ക് ഇത്ര പ്രാധാന്യമുണ്ട്. अल्लाह ताला അബൂ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ज्यादा महबूब നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് ദിവസം അള്ളാഹുവിന് ജനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രിയങ്കരനും സമീപസ്ഥനുമായ വ്യക്തി നീതിയെ ഇഷ്ടപ്പെടുന്ന ഭരണാധികാരിയാണ്. അതുപോലെ വളരെ വെറുക്കപ്പെട്ടവനും വളരെയധികം വിദൂരപ്പെട്ടവനുമായ വ്യക്തി അക്രമിയായ ഭരണാധികാരിയായിരിക്കും. हजरत सल्लल्लाहु अलैहि वसल्लम ने फरमाया പിന്നീട് कि जिसको अल्लाह ताला ने लोगों का മറ്റൊരു നിവേദനത്തിൽ और जिम्मेदार നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, लोगों की निगरानी अपने അള്ളാഹു ജനങ്ങളുടെ അധികാരിയും ഉത്തരവാദിത്വവും നൽകിയത് ആർക്കാണോ അവർ ജനങ്ങളുടെ നന്മയിലും കടമയിലും पर अल्लाह ताला उसके लिए जन्नत വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ फिर एक അവർ
മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മേൽ സ്വർഗം നിരോധിക്കപ്പെടുന്നതാണ്. तो उन्होंने फरमाया പിന്നീട് മറ്റൊരു നിവേദനത്തിൽ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ सल्लल्लाहु अलैहि वसल्लम को അവർ പറഞ്ഞു, इस घर में कहते हुए सुना ഞാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭവനത്തിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ കേൾപ്പിക്കാം. अल्लाह मेरी उम्मत में से അദ്ദേഹം പറഞ്ഞു, किसी भी किसी मामले का वली उल ഇത് ഒരു തരത്തിൽ ഒരു ദുആയാണ്. അല്ലാഹുവേ, എന്റെ സമുദായത്തിന്റെ ഏതെങ്കിലും കാര്യത്തിൽ फरमाना ആരെയെങ്കിലും ഉടമസ്ഥനും का वली അധികാരിയാക്കുകയും और उसने അതിനുശേഷം അവൻ കാഠിന്യത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നീ അവനോട് കാഠിന്യത്തോടെ പെരുമാറണമേ. എന്റെ സമുദായത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ ആരെയെങ്കിലും ഉടമസ്ഥനും അധികാരിയും ആക്കുകയാണെങ്കിൽ അതിനുശേഷം അവൻ സൗമ്യമായി വർത്തിക്കുകയാണെങ്കിൽ നീ അവനോട് സൗമ്യമായി പെരുമാറണേ. അധികാരികൾ का दावा है ചിന്തിക്കേണ്ട വിഷയം ഇതാണ്. ये ख्वाहिश भी होगी ഭരണാധികാരികൾ ചിന്തിക്കേണ്ട വിഷയവും ഇതാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തണൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മുസ്ലിം എന്ന വാദമുണ്ടെങ്കിൽ തീർച്ചയായും ഈ അഭിലാഷമുണ്ടാകുന്നു. അപ്പോൾ നീതി നടപ്പാക്കുക. അള്ളാഹുവിന്റെ പ്രിയരായി മാറണമെങ്കിൽ ക്രൂരത വെടിയേണ്ടതാണ്. സ്വന്തം താൽപര്യങ്ങളെ പിന്തള്ളിക്കൊണ്ട് തീരുമാനം കൽപ്പിക്കേണ്ടി വരുന്നതാണ്. ख्वाहिश है तो बिला तफरीक खैर खाई करनी होगी हर एक की സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ വ്യത്യാസം കൽപ്പിക്കാതെ എല്ലാവരോടും നന്മ പ്രവർത്തിക്കേണ്ടതാണ്. आखिरी हदीस है അല്ലാത്ത പക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നരകത്തിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം. अल्लाह ताला जो सख्ती करने वाला अमीर പിന്നെ അവസാന ഹദീസിൽ ഉള്ളത് ദുആയാണ്. और जो नरमी करता है तो उस पर അല്ലാഹു കാഠിന്യം പ്രവർത്തിക്കുന്ന അധികാരികളോട് കാഠിന്യത്തോടെ വർത്തിക്കുന്നതാണ്, സൗമ്യത പ്രവർത്തിക്കുന്നവരോട് സൗമ്യമായി പ്രവർത്തിക്കുന്നതാണ്. ഈ ദുആ अल्लाह करे कि हमारे വിശ്വാസം വെച്ച് പുലർത്തുന്നവനെ പിടിച്ചു ഉലയ്ക്കുന്നതാണ്. फिर അല്ലാഹു നമ്മുടെ മുസ്ലിം ഭരണാധികാരികൾക്ക് ബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. हुक्मरानों के साथ പിന്നീട് करना है क्या रवैया പൊതുജനങ്ങൾക്ക് അദ്ദേഹം എന്ത് കൽപ്പനയാണ് നൽകിയത്, അധികാരികളോട് എങ്ങനെ വർത്തിക്കണം, जो जैद बिन वहाब कहते പെരുമാറ്റ രീതി എപ്രകാരമായിരിക്കണം. सूद से सुना वो कहते थे कि हजरत सल्लल्लाहु ഹസ്രത്ത് സയ്യിദ് ഇബ്നു വഹാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അബ്ദുല്ലാ ഇബ്നു മസ്ഊദിൽ നിന്ന് കേട്ടു പറയുന്നു, दूसरों को तरजीह നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നു, नीज ऐसी നിങ്ങൾ എനിക്ക് ശേഷം കാണുന്നതാണ്, बुरा समझोगे നിങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകപ്പെടുന്നു. फिर ऐसे वक्त में आपका क्या നിങ്ങൾ വെറുക്കുന്ന സംഭവങ്ങളും കാണുന്നതാണ്. आया उस वक्त के हाकिमों को അപ്പോൾ ഇത് കേട്ട് സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, അപ്പോൾ എന്താജ്ഞയാണ് ഞങ്ങൾക്കുള്ളത്? പറഞ്ഞു, और तुम അധികാരികളോടുള്ള കടമ നിർവഹിക്കുക. ഈ കാര്യങ്ങൾ കണ്ടതിന് ശേഷവും അധികാരികളോടുള്ള കടമ നിർവഹിക്കുക. खून खराब നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. ये हुकूक लेने जो हैं ഈ ഹർത്താലുകളും രക്തച്ചൊരിച്ചിലും अगर अल्लाह ताला से हक അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയുള്ളതാണെങ്കിൽ की दुनिया की नजर भी वहां नहीं पहुंच सकती അതിന് അനുവാദമില്ല. फिर एक रवायत में है അള്ളാഹുവിനോട് അവകാശങ്ങൾ ചോദിക്കുന്നതായാൽ അള്ളാഹു ലോകത്തിന് ദർശിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതാണ്. अगर हम पर ऐसे हुक्मरान मुसल्लत ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഒരു സഹാബി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ റസൂലെ, हैं आप हमें ഞങ്ങളുടെ അവകാശം നൽകാത്തതും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന അധികാരികൾ ഭരണം നടത്തുന്ന സമയത്ത് താങ്കൾ ഞങ്ങൾക്ക് നൽകുന്ന കൽപ്പന എന്താണ്? पाक सल्लल्लाहु अलैहि वसल्लम ने इससे എന്നോടും അറബ് രാജ്യങ്ങളിലെ അഹമ്മദികൾ ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. उसने നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ഇതിൽ നിന്നും മുഖം തിരിച്ചു. दूसरे बिन कैस ने അദ്ദേഹം തന്റെ ചോദ്യം ആവർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പിന്മാറി. മൂന്നാമത്തെ പ്രാവശ്യം തന്റെ ചോദ്യം ആവർത്തിച്ചു. सल्लल्लाहु अलैहि वसल्लम को ये सवाल അപ്പോൾ ഇബ്നു पूछा जो नाज करो ഖൈസ് അദ്ദേഹത്തെ പിന്നിലേക്ക് വലിച്ചു, रसूल पाक അതായത് തടയുന്നതിന് ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചോദ്യം ഇഷ്ടമായില്ല. हुक्मरानों की बात ആ ചോദ്യം ആവർത്തിക്കരുത്. और उनकी इताअत അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, जो जिम्मेदारी उन पर അങ്ങനെയുള്ള സാഹചര്യത്തിൽ मुआवजा നിങ്ങളുടെ അധികാരികളുടെ കാര്യങ്ങൾ കേൾക്കുക, അവരെ അനുസരിക്കുക. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകളെ സംബന്ധിച്ചുള്ള ചോദ്യം അവരോടുണ്ടാകും. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകളെ സംബന്ധിച്ചുള്ള ചോദ്യം നിങ്ങളോടുമുണ്ടാകും. एक हदीस है जनादा बिन उबई उमैया ने कहा പിന്നെ മറ്റൊരു ഹദീസ്, बिन सामत के पास गए वो बीमार थे हमने ജനാദാബിനു भला करे ഉബൈദാബിന് ഉമയ്യ പറയുന്നു, ഞങ്ങൾ വാദാബിന് ഉസാമയുടെ അരികിൽ ചെന്നു. അദ്ദേഹം രോഗിയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് നല്ലത് വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ട ഏതെങ്കിലും ഹദീസ് ഞങ്ങളെ കേൾപ്പിക്കുക, അതുമൂലം അള്ളാഹു നിങ്ങൾക്ക് നന്മ നൽകുമാറാകട്ടെ. आपसे बैत की आपने बैत में हमें അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിളിക്കുന്നതിനായി ആളയച്ചു. ഞങ്ങൾ അദ്ദേഹത്തിൽ ബയ്യത്ത് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബയ്യത്തിൽ എല്ലാ അവസ്ഥയിലും, സന്തോഷത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും അനായാസത്തിലും भी इकरार
അവകാശ ധ്വംസത്തിലും കാര്യങ്ങൾ അനുസരിക്കുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതാണ് सिवाय इसके എന്ന് പ്രതിജ്ഞ വാങ്ങി. लानियां उनको कुफ्र कर അധികാരം നൽകുന്ന വ്യക്തിയുമായി കലഹമുണ്ടാക്കിയില്ലെന്നുള്ള ഉറപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. എന്നാൽ അദ്ദേഹം വിളംബരത്തോടെ കുഫറിന്റെ വാദം ഉന്നയിക്കുകയാണെങ്കിൽ അതിനായി അള്ളാഹുവിൽ നിന്ന് തെളിവ് നിങ്ങളുടെ പക്കലുണ്ടായിരിക്കണം. लगाती है, അതായത് जिसको लगा देते हैं, കുഫറിനുള്ള തെളിവ് വ്യക്തമായിരിക്കണം. बयान करते हैं कि आ हजरत ഈ കാലഘട്ടത്തിലെ പണ്ഡിത വർഗം ആരോപിക്കുന്ന പോലുള്ള अल्लाह ताला की तरफ से ये बताया കുഫർ ഫത്തുവകളല്ല വേണ്ടത്. ഹജറത്ത് അബു ജർദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് വേണ്ടി അരുൾ ചെയ്യുന്നു, അള്ളാഹു പറയുന്നു, तुम्हारे दरमियान भी उसे हराम कर रखा है, ഖുദ്സിയായ ഹദീസാണ്, എന്റെ ദാസരെ ഞാൻ എന്റെ സവിധത്തിൽ ക്രൂരത നിരോധിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഇടയിലും ഇതിനെ നിരോധിച്ചിരിക്കുന്നു. അതിനാൽ പരസ്പരം അതിക്രമം പ്രവർത്തിക്കരുത്. करते रहो, बाकी അള്ളാഹുവിന്റെ പ്രതിക്രിയയിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ തങ്ങളുടെ കടമകൾ നിർവഹിക്കേണ്ടിയിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. हुकाम ദുആയിൽ മുഴുകുക. ये भी वादे ഞാൻ പറഞ്ഞതുപോലെ शरीय काम അധികാരികളുടെ കുഫർ വ്യക്തമായ നിലയിലും अपनी तवज्जो ശരീഅത്ത് നിയമത്തിനെതിരിൽ സ്പഷ്ടവുമായിരിക്കണം. अहमदियों के साथ हो रहा है, कहा जाता അപ്പോഴാണ് അത് സ്വീകരിക്കേണ്ടത്. സ്വന്തം താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകരുത്. ഏതുപോലെ പാകിസ്ഥാനിലെ അഹമ്മദികൾക്കെതിരെ നടന്നുവരുന്നത് പോലുള്ള നടപടിയല്ല വേണ്ടത്. കലിമ ഉച്ചരിക്കരുത്, നമസ്കാരം നിർവഹിക്കരുത്, സലാം പറയരുത്. ഞങ്ങൾ മുസ്ലിമാണെന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങളെ എതിർക്കുന്നവർ है। इसके अलावा जो ശരീഅത്ത് നിയമങ്ങൾക്കും ഖുർആനിക അധ്യാപനങ്ങൾക്കും വിപരീതം പ്രവർത്തിക്കുന്നവരാക്കി തീർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഞങ്ങളത് ചെയ്യുന്നില്ല. ഇതുകൂടാതെയുള്ള രാജ്യത്തിന്റെ മറ്റ് നിയമങ്ങൾ പാലിക്കേണ്ടതാണ്. हुकाम रियाया എല്ലാ അധ്യാപനങ്ങളുടെയും ചുരുക്കരൂപം അവസാന ഹദീസിലുണ്ട്. പരസ്പരം അതിക്രമം പ്രവർത്തിക്കരുത്. അധികാരികൾ ജനങ്ങളോട് അതിക്രമം പ്രവർത്തിക്കരുത്. അതുപോലെ ജനങ്ങൾ അധികാരികളിൽ നിന്ന് അവകാശം നേടിയെടുക്കുന്നതിനായി അതിക്രമം തെളിയിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യരുത്. क्या वो इस तालीम पर अमल कर रहे हैं? ഈ കടമ क्या हुकाम जो അധികാരികളുടെയും ജനങ്ങളുടേതുമാണ്. എന്നാൽ അവർ ഇത് പ്രവർത്തിക്കുന്നവരാണോ? അധികാരികൾ നീതിയുടെ ഉന്നതികളെ സ്പർശിക്കുന്നവരാണോ? कर रहे हैं തങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും അള്ളാഹുവിനെ സാക്ഷി നിർത്തി सिवाय खुदा ताला അവന്റെ കൽപ്പന പാലിക്കുന്നവരാണോ? की वर्दी करने के അതുപോലെ ജനങ്ങൾ किसी हाकिम के हुक्म വ്യക്തമായ നിലയിൽ के जो അള്ളാഹുവിന്റെ ശരീഅത്ത് നിയമത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഒഴികെയുള്ള കാര്യങ്ങളിൽ अमल करने वाली है, क्या जालिम हुक्मरानों അതിൽ സമീന വാത്തായന എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ അധികാരികളെ അനുസരിക്കുന്നവരാണോ? अगर അക്രമിയായ ഭരണാധികാരിയെക്കുറിച്ച് तो शायद ഓർത്ത് അള്ളാഹുവിന്റെ സമക്ഷത്തിൽ മാത്രം കരയുന്നവരാണോ? तो फिर ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അഹമ്മദികളല്ലാതെ മറ്റാരും ഇങ്ങനെ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയല്ല എങ്കിൽ जमाने में നാം പിന്നോട്ടു പോകുന്നതാണ്. वापस चले जाएंगे हम, जो ज़हर अल फसाद फिल बर्र वल बहर का जमाना था और मुसलमानों ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ്. ജഹർ അൽ ഫസാദ് വൽ ബർരി എന്ന കാലഘട്ടത്തിലേക്ക് और आ हजरत നാം സഞ്ചരിക്കുന്നതാണ്. गोई के मुताबिक മുസ്ലിങ്ങളിൽ ഈ കാലഘട്ടം ആഗതമാകേണ്ടത് തന്നെയാണ്. के जमाने में भी വിശുദ്ധ ഖുർആന്റെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും मुसलमान हुक्मरानों को भी പ്രവചനപ്രകാരം മസീഹ് മൗദ് വ മഹദി മഹൂദിന്റെ बात पर गौर करने की जरूरत है। കാലഘട്ടത്തിൽ ഈ അവസ്ഥ സംജാതമാകേണ്ടതാണ്. അതിനാൽ മുസ്ലിം ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും ഇക്കാര്യത്തിൽ വിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. കുഴപ്പങ്ങൾ ദൂരീകരിക്കുന്നതിനായി അള്ളാഹുവിന്റെ വാഗ്ദാന പ്രകാരം खासतौर അള്ളാഹുവിൽ നിന്ന് അയക്കപ്പെട്ട വ്യക്തിയെ കണ്ടെത്തുക, अमूमन അദ്ദേഹത്തിന്റെ കൊന്താല മുറുകെ പിടിക്കുക. तो इस्लाम के സിറിയയിലെ ജനങ്ങൾ പ്രധാനമായും മുസ്ലിങ്ങൾ പ്രത്യേകമായും आए दमिश्क ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമയുടെ की पेशगोई कर ഈ വെളിപാടിനെ ശ്രദ്ധിക്കുക. ബലാഇ ദമഷ്ക്. അപ്പോൾ അവർക്ക് വ്യക്തമാകുന്നതാണ് ഈ പ്രവചനം ചെയ്യുന്ന വ്യക്തിയെ जमाने में അള്ളാഹുവാണ് അയച്ചിരിക്കുന്നതെന്ന്. अलग से भेजे हुए के अलावा कोई और नहीं അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കുക. കാരണം ഈ ലോകത്ത് ഇപ്പോൾ അള്ളാഹു അയച്ച വ്യക്തിയല്ലാതെ മറ്റാരും തന്നെ നിങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കുകയില്ല. मजहब के नाम पर രാജ നടപടികൾ കാരണം മത തീവ്രവാദി സംഘടനകളും അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ സ്ഥാപിതമാകുന്ന ഭരണ സംഘടനകളുമായിരിക്കും കൂടുതൽ പ്രയോജനം നേടിയെടുക്കുക. പിന്നീട് പരസ്പരം കൊലയുടെയും കൊള്ളിവെപ്പിന്റെയും സംഭവങ്ങളാണ് ചൂടുപിടിക്കുക. ഇത് और अवाम को भी अकल दे സങ്കല്പിക്കുന്നതിനും അപ്പുറമാണ്. അള്ളാഹു हुक्म के इस मजमून को മുസ്ലിങ്ങളുടെ വഴികാട്ടികൾക്ക് ബുദ്ധി നൽകുമാറാകട്ടെ, പൊതുജനങ്ങൾക്കും ബുദ്ധി നൽകുമാറാകട്ടെ. അള്ളാഹു ഈ കൽപ്പനകൾ അവർ മനസ്സിലാക്കുന്നവരാകട്ടെ. താവനുവിൽ വരിവൽ തക്വ, की करने वाले हों, അതായത് നന്മയിലും തക്വയിലും പരസ്പരം സഹായിക്കുന്നവരാകട്ടെ, को जीतने वाले हों, നന്മയിലും തക്വയിലും പുരോഗതി കൈവരിക്കുന്നവരാകട്ടെ, मुझ जो है कभी സ്നേഹത്തെ പ്രചരിപ്പിക്കുന്നവരാകട്ടെ, बगैर नहीं हो सकता। ഹൃദയങ്ങളെ കീഴടക്കുന്നവരാകട്ടെ. अवाम के हक अदा किए കാരണം ഭരണം
ഹൃദയത്തെ ജയിച്ചടക്കാതെ പൂർത്തിയാവുകയില്ല. പൊതുജനങ്ങളുടെ അവകാശങ്ങൾ നിർവഹിക്കപ്പെടാതെയും പൂർത്തിയാകുകയില്ല. എല്ലാ മുസ്ലിം നേതാക്കൾക്കും ഈ ഒരു ആത്മാവ് മനസ്സിലാക്കേണ്ട നിർബന്ധമാണ്. തങ്ങളുടെ മുൻകാല ചരിത്രം സ്മരിക്കുക. ക്രിസ്തീയ സമൂഹം മുസ്ലിം ഭരണാധികാരികളുടെ ഭരണ നടപടി കണ്ട് ഇങ്ങനെ ദുആ ചെയ്യുന്നു: ഞങ്ങൾക്ക് ക്രിസ്തീയ ഭരണാധികാരികളിൽ നിന്നും വേഗം മോചനം ലഭിക്കുകയും മുസ്ലിം ഭരണാധികാരികളുടെ തണലിൽ വരികയും ചെയ്യട്ടെ. ഇന്ന് പറഞ്ഞ ആ കാലഘട്ടം ഓർക്കുക. ഇന്ന് ആ കാലഘട്ടം എവിടെ പോയി മറഞ്ഞു? മുസ്ലിങ്ങളെ തന്നെ നീതിയെക്കുറിച്ച് സംസാരിക്കുന്നു. റുഹമാഹു ബൈനഹും എന്നതിനു പകരം കഴുത്തുകൾ അറക്കപ്പെടുന്നു. മുസ്ലിങ്ങൾ ക്രിസ്തീയ ഭരണകൂടങ്ങളിലേക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി അഭയം പ്രാപിക്കാൻ ഓടി നടക്കുന്നു. നീതി നേടിയെടുക്കുവാൻ വേണ്ടി പായുന്നു. സ്വതന്ത്രരായി ജീവിക്കുവാൻ വേണ്ടി ഓടുന്നു. ഒരുപക്ഷെ മുസ്ലിം ഭരണകൂടത്തിലെ അധികാരികൾ ഈ കാര്യത്തെ സംബന്ധിച്ചും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അള്ളാഹു ഏതു വിധിനെയും നമ്മുടെ ഈ സന്ദേശം അവരിൽ എത്തിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലെ വൻശക്തികളിലും ഈ സന്ദേശം എത്തിക്കുമാറാക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ പല വഴികളിലൂടെ അവരിൽ ഈ സന്ദേശം എത്തിക്കുകയുണ്ടായി. സിറിയയ്ക്ക് എതിരെയുള്ള നടപടി രാജ്യ അതിർത്തികളെ കവച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ തന്റെ കരങ്ങളിൽ ഒതുക്കുന്ന കാലം വിദൂരമല്ല. അതിൽ എല്ലാ ദേശങ്ങളിലും വസിക്കുന്ന അഹമ്മദികൾക്ക് തന്റെ രാജ്യത്തോടുള്ള ആത്മാർത്ഥത ഉണ്ടായിരിക്കേണ്ടത് ഇപ്രകാരമാണ്. അതോടൊപ്പം പ്രധാനമായും പാശ്ചാത്യ നാടുകളിൽ വസിക്കുന്ന അഹമ്മദികൾ തങ്ങളുടെ രാഷ്ട്രീയ നേതാക്കളെ വരാനിരിക്കുന്ന ദുരന്തത്തെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകുക. അള്ളാഹുവിനുള്ള അർത്ഥന ലോകത്തിന് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സത്യസാക്ഷ്യം അംഗീകരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിക്രമപരമായ യുദ്ധങ്ങളെ വെടിഞ്ഞ് ദുരന്തത്തിൽ നിന്ന് രക്ഷ നേടുമാറാകട്ടെ. യൂറോപ്പിലെയും പാശ്ചാത്യ രാജ്യങ്ങളിലെയും ഭരണാധികാരികളുടെ നേത്രങ്ങളെ തുറക്കുമാറാക്കട്ടെ. അവർ നീതിയിലൂടെയും ത്യാഗത്തിലൂടെയും കാര്യങ്ങൾ നിർവഹിക്കുമാറാകട്ടെ. അതിക്രമത്തിൽ നിന്ന് രക്ഷ ലഭിക്കട്ടെ. ചെറു രാജ്യങ്ങളുടെ കടമകൾ പോലും നിർവഹിക്കുന്നവരാക്കി മാറ്റട്ടെ. സ്വന്തം ലാഭത്തിനായി മറ്റ് രാജ്യങ്ങളെ സഹായിക്കുന്നവരായി മാറാതിരിക്കട്ടെ. യഥാർത്ഥ അവകാശം നേടിക്കൊടുക്കുന്നവരായി മാറട്ടെ. അള്ളാഹു ജമാഅത്തങ്ങളെ എല്ലാവിധ വിപത്തിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. പ്രധാനമായും സിറിയയിൽ ഇക്കാരണങ്ങളാൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. അള്ളാഹു സിറിയയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഇൽഹാം അറിയിച്ചിരിക്കുന്നു. ബലാഉദ്ദമഷ്ക് ഇതിനോടനുബന്ധിച്ച് സന്തോഷ വാർത്തടങ്ങിയ ഇൽഹാമും വേഗം പൂർത്തിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന സാധനങ്ങൾ സൃഷ്ടിക്കുമാറാകട്ടെ. അള്ളാഹു പറയുന്നു: യദഉല്ലക അബ്ദുശ്ശാമി വ ഇബാദുല്ലാഹി മിനൽ അറബ്. അതായത് നിനക്കായി സിറിയയിലെ ആളുകൾ ദുആ ചെയ്യുന്നു. അറബ് നാട്ടിലെ ദൈവിക ദാസർ ദുആ ചെയ്യുന്നു. അള്ളാഹു എല്ലാ അറബ് വാസികളെയും ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കൊടിക്കീഴിൽ ഒരുമിച്ചു കൂട്ടുമാറാക്കട്ടെ. അങ്ങനെ അറബ് രാജ്യങ്ങൾ വസിക്കുന്ന ലോകം അറബിക് സ്ട്രീം എന്ന നാമകരണം ചെയ്ത വേവലാതി ഭൗതിക അരുവിക്ക് പകരം ആത്മീയ അരുവിയാക്കി മാറ്റട്ടെ. ഇവർ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് വേണ്ടി ദുആ ചെയ്യുന്നവരായി തീരട്ടെ. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനത്തെ, സമാധാനത്തിന്റെയും മമതയുടെയും സ്നേഹത്തിന്റെയും അധ്യാപനത്തെ ലോകത്ത് പ്രചരിപ്പിക്കുന്നവരായി തീരട്ടെ. അള്ളാഹു നമുക്കും നമ്മുടെ ചുമതലകൾ മനസ്സിലാക്കുന്നതിനും അത് നിർവഹിക്കുന്നതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ആകർഷിക്കുന്നവരാകട്ടെ. ലോകത്തെ തന്റെ കടമകളിലേക്ക് വഴികാട്ടുന്നവരായി നമ്മെ തീർക്കട്ടെ. സമാധാനവും നീതിയും നടപ്പാക്കുന്നവരായി മാറ്റട്ടെ. ഈ അധ്യാപനത്തെ പ്രചരിപ്പിക്കുന്നവരാകട്ടെ. അള്ളാഹു ലോകത്തെ യുദ്ധത്തിന്റെ കൊടും തീയിൽ നിന്ന് മോചനം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ
يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر